തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ മത്സര ചിത്രം തെളിയുകയാണ്. ഒപ്പം തന്നെ വിമതരാരൊക്കെ കളത്തിൽ എവിടെയൊക്കെയാണ് പോരാട്ടം മുറുകുക എന്ന വിശദാംശങ്ങൾ കൂടി വരുന്നു. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് 4 വിമതരാണ് മത്സരരംഗത്തുള്ളത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, മുൻ നഗരസഭാ അധ്യക്ഷ അടക്കം കോൺഗ്രസിന് തലവേദനയായി വിമതയായി മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നില്ല. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് കട്ടപ്പന പോവുകയാണല്ലേ? ഗൂഗിൾ തീർച്ചയായിട്ടും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരിയൊരു ആശ്വാസമുണ്ട്. നേരത്തെ 12 പേരായിരുന്നു വിവിധ സ്ഥാനാർത്ഥികളായിട്ട് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. അതിൽ 8 പേര് പത്രിക പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 4 പേര് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ നഗരസഭാ ചെയർപേഴ്സൺ സൈനി സണ്ണി ചെറിയാനെതിരെ വിമതൻ ആയി മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ഇൻഡോ സെബാസ്റ്റ്യനാണ്. അത് 6ാം വാർഡിലാണ്. അതുപോലെ തന്നെ മുൻ വൈസ് ചെയർമാൻ KJ ബെന്നിക്കെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായ മായ ബിജു മത്സരിക്കുന്നുണ്ട് 23ാം ഡിവിഷനിൽ. മുൻ വൈസ് ചെയർമാൻ ജോയി ആനി തോട്ടത്തിനെതിരെ മുൻ ബ്ലോക്ക് സെക്രട്ടറി കോൺഗ്രസിന്റെ ജോബി സ്റ്റീഫനാണ് 33ാം വാർഡിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, കട്ടപ്പനയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതുപോലെ തന്നെ നഗരസഭാ മുൻ അധ്യക്ഷ കൂടിയായിട്ടുള്ള ബീന ജോബി 31ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജോബിയും അതുപോലെ തന്നെ ബീന ജോബിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഈ ബീന ജോബിക്ക് സീറ്റ് നൽകണമെന്നുള്ള ആവശ്യം ഈ ജോബി മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ അത് നടപ്പായില്ല. 2 പേർക്കും സീറ്റ് കിട്ടാതെ വന്നതോടുകൂടിയാണ് ഇരുവരും വിമത പക്ഷത്തേക്ക് മാറുകയും ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോവുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, കട്ടപ്പന ടൗൺ വാർഡ് 17ാം ഡിവിഷനിലെ UDFന് 2 ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ്. ഈ UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫിന്റെ ഓട്ടോറിക്ഷ ചിഹ്നത്തിലും 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. ഇതിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി കോൺഗ്രസിന്റേതാണ്. പക്ഷേ നേരത്തെ അത് നിശ്ചയിച്ചിരുന്ന കേരള കോൺഗ്രസിന്റെ സീറ്റ് എന്ന നിലയിലായിരുന്നു. അങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും അവിടെ വരികയും ചെയ്തിട്ടുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇനി മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഒരു സൗഹൃദ മത്സരമായിട്ട് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് UDFന്റെ ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ 4 വിമതരും ഒരു മണ്ഡലത്തിൽ 2 UDF സ്ഥാനാർത്ഥികളുമാണ് കട്ടപ്പന നഗരസഭയെ പ്രധാനപ്പെട്ടതാക്കുന്നത്. അതുപോലെ തന്നെ നെടുങ്കണ്ടം രാജാക്കാട് പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. 3 വാർഡുകളിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. പക്ഷെ അവർ സ്വതന്ത്രരായിട്ടായിരിക്കും മത്സരിക്കുക. അവർ പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല, മുസ്ലിം ലീഗിന്റെ കോണി അടയാളത്തിലായിരിക്കില്ല മത്സരിക്കുക എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.